നമ്മൾ മലയാളികൾ ജനിച്ച് വീഴുന്ന വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് പകുതി കൂടുതലും പേര് അല്ലേ. അതിൽ ഒരു ആയുസിൻ്റെ പകുതിയോളം നമ്മൾ വീടിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫണ്ടായാണെങ്കിലും നമ്മുടെ സമയമാണെങ്കിലും എല്ലാം കൊണ്ടും. എന്തുകൊണ്ട് നമ്മൾ വീട് പണിയുമ്പോൾ ഒരു രണ്ടാമതൊരു ഒപ്പീനിയൻ എടുക്കുന്നില്ല? അല്ലെങ്കിൽ ഒരു വീട് പണിയുന്നതിനെ കുറിച്ച് പല കൺഫ്യൂഷൻസ് ഉണ്ട്, പല ക്ലാരിഫിക്കേഷൻസ് കിട്ടാനുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു കോസ്റ്റിൽ എങ്ങനെ വീട് പണിയാൻ പറ്റും, ഏത് ബിൽഡറിനെ സെലക്ട് ചെയ്യാൻ പറ്റും, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള പല ഡൗട്ട്സും പല എടുത്തുണ്ട്. കാരണം എനിക്ക് വരുന്ന എൻക്വയറീസ് കൂടുതൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമ്മളൊരു ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ കൊടുക്കുകയാണ് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വീട് പണിയാമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിലല്ല, അതിൻ്റെ ഒരു മെത്തേഡുണ്ട്. ഈ ഒരു പ്രോപ്പർ കോൺട്രാക്ടെ കണ്ടുപിടിക്കുന്നതിലാണെങ്കിലും കോസ്റ്റ് സേവ് ചെയ്ത് നമുക്കൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൻ്റെ അകത്താണെങ്കിലും പല കാര്യത്തിൽ നമുക്കൊരു 10 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിലും ഒരു വീട് പണിയാൻ പറ്റും. പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഫ്രീ കൺസൾട്ടേഷൻ നമ്മൾ നിങ്ങൾക്ക് തരാം. വീട് പണിയാൻ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്തോളൂ. നമ്മൾ അതിൻ്റെ ഒരു ഫ്രീ കൺസൾട്ടേഷനായിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ.